Meet the editors. നമസ്കാരം. മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുകയാണ്. പാർലമെന്റ് ആക്രമണത്തിലെ പ്രതികൾക്ക് ഭീകരബന്ധമെന്ന ദില്ലി പോലീസ്. ആക്രമണത്തിന് പിന്നിൽ ആസൂത്രിത ഗൂഢാലോചനയുണ്ട്. പ്രതികളെ 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. മുഖ്യ ആസൂത്രകൻ ലളിത് ഝായ്ക്കായി അന്വേഷണം ഊർജിതമാണ്. സുരക്ഷാ വീഴ്ചയിൽ പാർലമെന്റിൽ പ്രതിഷേധിച്ച എംപിമാർക്കെതിരെ കൂട്ട നടപടി. കേരളത്തിൽ നിന്നുള്ള 6 എംപിമാർക്കടക്കം 14 പേർക്കാണ് സസ്പെൻഷൻ. ലോക്സഭയിൽ ഇല്ലാത്ത DMK MP SR പാർത്ഥിബനെ ആദ്യം സസ്പെൻഡ് ചെയ്തെങ്കിലും വിവാദമായതോടെ നടപടി പിൻവലിച്ചു. എംപിമാർ പാർലമെന്റിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയിൽ ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധം ഉയർന്നതിന് പിന്നാലെയാണ് കടുത്ത നടപടി എംപിമാർക്കെതിരെ ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ ഹൈബി ഈഡൻ, ഡീൻ കുര്യാക്കോസ്, രമ്യ ഹരിദാസ്, TN പ്രതാപൻ, ജ്യോതിമണി എന്നിവരെ സസ്പെൻഡ് ചെയ്തു. Having taken the serious note of the misconduct of Shri TN Pratapan, Shri Haibi Hidden, Shri Jyotimani, Kumari Ramya Haridas and Shri Dean Kuryakos in utter disregard to the House and the authority of the chair, and having been named by the chair, resolved that above mentioned members to be suspended from the service of the House. പിന്നീട് വീണ്ടും ലോക്സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നു. ബെന്നി ബെഹനാൻ, VK ശ്രീകണ്ഠൻ, കനിമൊഴി, മാണിക്കം ടാഗോർ, മുഹമ്മദ് ജാവേദ്, PR നടരാജൻ, VK സുബ്രഹ്മണ്യം, S വെങ്കടേശൻ എന്നിവരെ രണ്ടാം ഘട്ടത്തിൽ പുറത്താക്കി. ഇതോടെ ലോക്സഭയിൽ നിന്ന് ഇന്ന് 13 പ്രതിപക്ഷ എംപിമാരെ സസ്പെൻഡ് ചെയ്തു. ലോക്സഭയിലില്ലാത്ത DMK MP SR പാർത്ഥിബനെ സസ്പെൻഡ് ചെയ്തത് വിവാദമായി. ഇതോടെ പിശക് തിരുത്തി പുതിയ സർക്കുലർ ലോക്സഭാ സെക്രട്ടേറിയറ്റ് ഇറക്കി. രാജ്യസഭയിൽ നടുത്തളത്തിൽ പ്രതിഷേധിച്ചതോടെയാണ് തൃണമൂൽ കോൺഗ്രസ് അംഗം ഡെറിക് ഒബ്രിയാനെ ചെയർമാൻ ജഗ്ദീപ് ധൻഖർ സസ്പെൻഡ് ചെയ്തത്. സസ്പെൻഷന് പിന്നാലെയും ഡെറിക് ഒബ്രിയാൻ രാജ്യസഭയിൽ എത്തിയതോടെ ജഗ്ദീപ് ധൻഖർ ക്ഷുഭിതനായി. ഡെറിക് ഒബ്രിയാൻ രാജ്യസഭയ്ക്ക് അവമതിപ്പുണ്ടാക്കിയെന്നാരോപിച്ച പീയൂഷ് ഗോയൽ അവതരിപ്പിച്ച അവകാശ ലംഘന പ്രമേയം പാസായി. പ്രിവിലേജ് കമ്മിറ്റി 3 മാസത്തിനകം ഒബ്രിയാനെതിരെ ആരോപണത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകണമെന്ന് ജഗ്ദീപ് ധൻഖർ നിർദ്ദേശിച്ചു. പുറത്താക്കിയ എംപിമാർ പാർലമെന്റിന്റെ നടുത്തളത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. എതിർസ്വരങ്ങളെ ഇല്ലാതാക്കാനാണ് സസ്പെൻഷനെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. നാളെ പാർലമെന്റിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പുറത്താക്കിയ എംപിമാർ പ്രതിഷേധിക്കും. റിപ്പോർട്ടർ, ദില്ലി. അന്വേഷണം പുകയായോ എന്നതാണ് ചോദ്യം. ഉണ്ണിബാലകൃഷ്ണൻ. ഞാൻ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി കാണുന്നത് ഇന്ന് ഈ ലോക്സഭ ഈ വിഷയം ചർച്ച ചെയ്തില്ല എന്നുള്ളതാണ്. 2001 നമുക്കൊക്കെ അറിയുന്നത് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടാകുന്ന ഇന്ത്യൻ പാർലമെൻറ്റിന് നേരെ അതിശക്തമായൊരു ആക്രമണമാണ് സംഭവിച്ചത് 2001. ആ സംഭവത്തിന് ശേഷം ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിരുന്ന LK അദ്വാനി അന്ന് പാർലമെൻറ്റിൽ വിശദമായൊരു പ്രസ്താവന നടത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് അന്ന് ആ വിശദമായ പ്രസ്താവന നടത്തിയത്? നോക്കൂ, 1998 വാജ്പേയി ഗവൺമെൻറ് വന്ന ഉടനെ തന്നെ പൊക്രാനിൽ ന്യൂക്ലിയർ സ്ഫോടനം നടത്തിയിരുന്നു. അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വലിയ ഫൈറ്റാണ് നടക്കുന്നത്. നമ്മുടെ ഒരു പ്ലെയിൻ കാൻഡഹാറിലേക്ക് ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോയി. കാർഗിൽ യുദ്ധമുണ്ടായി. അതിൻ്റെയൊക്കെ പിന്നാലെയാണ് 2001 ഈ പാർലമെൻറ്റ് അറ്റാക്ക് നടക്കുന്നത്. അതേ സംബന്ധിച്ച് അന്ന് ആഭ്യന്തരമന്ത്രിയായ LK അദ്വാനി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തെക്കുറിച്ച് വിശദമായി പ്രസ്താവന നടത്തുമ്പോൾ അതിനകത്തൊരു പൊളിറ്റിക്കലായ ലക്ഷ്യമുണ്ട്. അതൊരു പൊളിറ്റിക്കൽ ഗെയിനാണ് സർക്കാരിന് ഉണ്ടാക്കുക. സ്വാഭാവികമായിട്ടും BJP ഒരു ഒരു ദേശവാദവും അപ്പുറത്ത് പാകിസ്ഥാൻ ഒരു ശത്രുവായി നിർത്തുകയൊക്കെ ചെയ്തതിൻ്റെ ഗുണം കിട്ടിയ ഒരു സർക്കാർ കൂടിയാണ്. കാരണം വെച്ചാൽ 98 അധികാരത്തിൽ വന്ന വാജ്പേയി സർക്കാർ 99 താഴെ വീഴുന്നുണ്ട്. ജയലളിത പിന്തുണ പിൻവലിക്കുന്നു. ആ സമയത്താണ് കാർഗിൽ യുദ്ധം നടക്കുന്നത്. പിന്നെ അതിനു മുമ്പ് കിട്ടിയതിനേക്കാൾ കൂടുതൽ അംഗങ്ങളുമായിട്ടാണ് വാജ്പേയി വീണ്ടും അധികാരത്തിൽ വരുന്നത്. അപ്പോൾ അത്തരത്തിലൊരു പൊളിറ്റിക്കൽ ഗെയിന് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ 2001 നടന്ന സ്ഫോടനത്തെ സംബന്ധിച്ച് വിശദമായൊരു പ്രസ്താവന അന്നത്തെ ആഭ്യന്തരമന്ത്രിയായ LK അദ്വാനി നടത്തുകയും അത് സംബന്ധിച്ച് പാർലമെൻറ്റിൽ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ എന്താ പ്രശ്നം? ഇവിടെ ഇത് രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെട്ടാൽ എന്താണ് ചർച്ചയ്ക്ക് വരിക? എന്തായിരുന്നു ഈ പറയുന്ന അക്രമം നടത്തിയ ആളുകളുടെ മുദ്രാവാക്യം? ഏകാധിപത്യം അവസാനിപ്പിക്കുക എന്നുള്ളതായിരുന്നു മുദ്രാവാക്യം, അല്ലേ? അപ്പോൾ അവരുടെ ഒരു കോമ്പിനേഷൻ നോക്കി. ഒരാൾ കർണാടകത്തിൽ നിന്നുള്ള ആളാണ്, ഒരാൾ ലക്നൌവിൽ നിന്നുള്ള ഒരാളാണ്, ഒരാൾ ഹരിയാനയിൽ നിന്നുള്ള ആളാണ്, ഒരാൾ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ആളാണ്.
ഇവരൊക്കെ നന്നായി വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളുകളാണ്. എംഎക്കാരാണ്, PhD എടുത്തിട്ടുള്ളവരാണ്, എഞ്ചിനീയേഴ്സാണ്. പിന്നെ ഇവരുടെ ഒരു കുടുംബ പശ്ചാത്തലം നോക്കി ഇവരൊക്കെ കർഷക കുടുംബങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആളുകളുമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇന്ത്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചില പ്രവണതകൾക്കെതിരെ രൂപപ്പെട്ടിരിക്കുന്ന ഒരു ഐക്യമാണ് ഈ പറയുന്ന അറ്റാക്ക് നടത്തിയത്. ഞാൻ ആ അറ്റാക്കിനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കുകയല്ല. ആ അറ്റാക്ക് അപലപിക്കപ്പെടേണ്ടതാണ്. അതിൻ്റെ സുരക്ഷാ വീഴ്ചകൾ ഉണ്ട് എങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അതിൻ്റെ ക്രിമിനൽ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോട്ടെ. പക്ഷേ ഈ പ്രശ്നം ഇന്ത്യയുടെ പാർലമെൻറ്റ് ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം ഇന്ത്യയുടെ പാർലമെൻറ്റ് എന്ന് പറയുന്ന അത്ര ലളിതമായൊരു സ്ഥലമല്ലല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് കളമശ്ശേരിയിൽ ബോംബ് സ്ഫോടനം ഉണ്ടായി. അപ്പോൾ നമ്മൾ പറയുകയാണ് കളമശ്ശേരിയിലെ ബോംബ് സ്ഫോടനം, സർക്കാർ പറയുകയാണ് അത് അവിടുത്തെ സർക്കിളിൻ്റെ ഒരു പരിധിയിൽ വരുന്ന സംഭവമാണ്, അതുകൊണ്ട് ആ സർക്കിൾ ഇൻസ്പെക്ടർ അവിടുത്തെ കാര്യങ്ങൾ വിശദീകരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് ശരിയാവുമോ? അവിടേക്ക് പിന്നീട് ADGPമാർ വരുന്നുണ്ട്, DGP വരുന്നുണ്ട്, ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി തന്നെ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അത് കളമശ്ശേരിയിൽ മാത്രം ചൂഴ്ന്നു നിൽക്കുന്നൊരു പ്രശ്നമല്ല, അത് കേരളത്തിൻ്റെ ഒരു ആഭ്യന്തര സമാധാനവുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമാണ്. അതുകൊണ്ട് സ്റ്റേറ്റ് ആ ഉത്തരവാദിത്വത്തോടുകൂടി കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കേണ്ടതുണ്ട്. ഇവിടെ പാർലമെൻറ്റ് എന്ന് പറയുന്നത് ഈ ഓം ബിർള എന്ന് പറയുന്ന ലോക്സഭാ സ്പീക്കറിൻ്റെ ഒരു ജൂറിസ്ഡിക്ഷനകത്ത് വരുന്ന ആ കാര്യമാണെന്നും അതിൻ്റെ സെക്യൂരിറ്റി എൻ്റെ ചുമതലയാണെന്നും പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ കഴിയില്ല. അവിടെ വന്നിരിക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അത് രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെടുമ്പോൾ അത് തങ്ങൾക്കെതിരാകുമെന്ന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് ലോക്സഭയിലും രാജ്യസഭയിലും ഈ സർക്കാർ ഇത് ചർച്ചയ്ക്കെടുക്കാത്തത്. ഇത് ജനങ്ങൾക്ക് അവകാശമുണ്ടെന്ന് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ഇത്തരത്തിലുള്ള ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതേ സംബന്ധിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയോ വ്യക്തമായൊരു പ്രസ്താവന നടത്തുന്നതുണ്ട്, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നതുണ്ട്. അങ്ങനെ ചർച്ച നടത്തിയാൽ എന്താണ് ഏകാധിപത്യത്തിനെതിരായി മുദ്രാവാക്യം മുഴക്കേണ്ടി വരുന്ന സാഹചര്യമെന്ന് വിശദീകരിക്കേണ്ടി വരും. അപ്പം മണിപ്പൂർ പ്രശ്നം കടന്നു വരും, കർഷക സമരം പ്രശ്നം കടന്നു വരും, ഗുസ്തി താരങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കടന്നു വരും. ഇതിനകത്തൊക്കെ അതേപോലെ ന്യൂസ് ക്ലിക്ക് പോലെ ഇന്ത്യൻ മാധ്യമങ്ങളെ പിടിച്ചു നിർത്തുന്ന സമീപനം അതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടി വരും. അപ്പോൾ അത്തരം വിഷയങ്ങളിൽ ഇന്ത്യയിലെ യുവസമൂഹത്തിനിടയിൽ ഒരു എന്താ പറയുക ഒരു എതിർവികാരം രൂപപ്പെടുന്നുവെന്നും ആ എതിർവികാരം ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് അവരെ നയിക്കുന്നൊരു സാഹചര്യം രാജ്യത്ത് സംജാതമായിരിക്കുന്നു എന്നും വ്യക്തമായ ചർച്ചയിലൂടെ അത് ആ അഭിപ്രായം രൂപപ്പെട്ടു വരുമെന്ന് അറിയുന്ന സർക്കാർ തികഞ്ഞ ബോധ്യത്തോടുകൂടി ആ ചർച്ച അവസാനിപ്പിക്കണം. അതേസമയം ഈ അറ്റാക്കിൻ്റെ പിന്നിൽ ലഷ്കർ-e-തോയ്ബ ആയിരുന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ജെയ്ഷെ മുഹമ്മദ് ആയിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്നൊരു ദീർഘമായ ചർച്ച ഇന്ത്യൻ പാർലമെൻറ്റ് എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് നടത്തും. കാരണം ഒരു ഗംഭീര പ്രശ്നം കിട്ടിയിരിക്കുകയാണ്. അപ്പം രാഷ്ട്രവികാരം, രാഷ്ട്രഭക്തി, ദേശഭക്തി തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉന്നയിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയ മുതലെടുപ്പ് സാധ്യമാകുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾ ആ ചർച്ച നടത്തുന്നു. അല്ലാതെ രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ ചർച്ചയ്ക്ക് വരുന്ന സമയത്ത് ആ ചർച്ചയെ നിസാരമായി മാറ്റിവെക്കുന്നു. അതാണ് ഇവിടെ സംഭവിച്ചത്. അങ്ങേയറ്റം അപലപനീയമാണ്. ഈ വിഷയം ഇന്ത്യൻ പാർലമെൻറ്റ് ചർച്ച ചെയ്യേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നോക്കൂ, എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തിട്ടുള്ള നിലപാട് തന്നെയാണ് ഇക്കാര്യത്തിലും ആവർത്തിക്കാനുള്ളത്. ഇത് ഒരു നിസ്സാര പ്രശ്നമല്ല. അതിനെ നിസ്സാരവൽക്കരിക്കാനുള്ള ബോധപൂർവമായ ശ്രമമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ വളരെ വേഗത്തിൽ തന്നെ പാർലമെൻറ്റിൻ്റെ നടപടികൾ ആരംഭിക്കുന്നു. മാത്രമല്ല, ഇന്ന് ഓം ബിർള പ്രതിപക്ഷ ബഹളമുണ്ടായ ഘട്ടത്തിൽ സഭ പരമാവധി നടത്തിക്കൊണ്ടു പോകാനുള്ള ശ്രമം നടത്തി. പിന്നീട് 2 മണി വരെ നിർത്തിവെച്ചു. അതുപോലെ തന്നെ രാജ്യസഭയിലും സഭ നടത്തിക്കൊണ്ടുപോകാൻ 11:30 മണിക്ക് കക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചു ചേർത്തു. പക്ഷേ പ്രതിപക്ഷം അക്കാര്യത്തിലൊരു ഇച്ഛാശക്തി കാണിച്ചു എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരുടെ ആവശ്യം നേരത്തെ ഉണ്ണി ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ എന്താണ് ആഭ്യന്തരമന്ത്രി വന്നിട്ട് എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരിക്കണം. ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നോക്കൂ, രാജ്യത്തിൻ്റെ പരിച്ഛേദമാണ് 543 MP-മാർ. അവിടെ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ രാഹുൽ ഗാന്ധിയോ ഇരിക്കുന്നു എന്നുള്ള നിലയിൽ മാത്രമല്ല, 541 പേർ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ പ്രതിനിധാനം ചെയ്യുന്ന സഭയാണ്. ഇപ്പോൾ ഞാൻ ഉണ്ണിയൊക്കെ പാർലമെൻറ്റ് കവർ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ നിന്ന് ആ പ്രസ് ഗാലറിയിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഒരു രാജ്യമാണ് താഴെ ഇരിക്കുന്നത്, അല്ലേ? സുജയം ഉണ്ടായിരുന്നല്ലോ പാർലമെൻറ്റിൽ കവർ ചെയ്യാൻ. അപ്പോൾ ഒരു രാജ്യമാണ് താഴെ ഇരിക്കുന്നത്. അത്രയും പ്രധാനപ്പെട്ട ഇടമാണ് പാർലമെൻറ്റ് എന്ന് പറയുന്നത്. ആ ഇടത്ത് സ്വാഭാവികമായിട്ടൊരു ഈ നിലയിലുള്ള ആക്രമണം ഉണ്ടാകുമ്പോൾ അത് എത്ര കുറഞ്ഞതാണെങ്കിൽ പോലും അത് അഡ്രസ്സ് ചെയ്യാൻ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നൊരു നീക്കം ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ ഓം ബിർള പറയുന്നത് കേട്ടു, അത് സെക്രട്ടറി ജനറലാണ് കൈകാര്യം ചെയ്യുന്നത്, ഞാനാണ് ഉത്തരവാദി എന്ന്. ഒന്നും പറഞ്ഞാൽ പോരാ. പോലീസ്, പ്രത്യേകിച്ച് ഡൽഹി പോലീസാണ് ആ അന്വേഷണം നടത്തുന്നത്, അല്ലാണ്ട് സെക്രട്ടറി ജനറലോ അല്ലെങ്കിൽ ഓം ബിർളയോ ഒന്നും അല്ല. ഡൽഹി പോലീസ് അന്വേഷണം നടത്തുന്നത് മനസ്സിലാക്കാൻ കഴിയുക കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കാണ്. അദ്ദേഹമാണത് വിശദീകരിക്കേണ്ടത്. അവിടെയാണ് ഇന്ന് 15 MP-മാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവരെന്താ ചെയ്തതെന്നറിയോ? ബഹളം വെച്ചു എന്ന് പറഞ്ഞിട്ട്. നോക്കൂ, നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത വിഷയം എന്താണ്? മഹുവ മിത്രയുടെ പുറത്താക്കലാണ്. മഹുവ മിത്രയെ പ്രകാശവേഗത്തിലാണ് കുറ്റാരോപണം ഉന്നയിച്ച ഘട്ടത്തിൽ അവരെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളത്. ഇന്നലെ പാസ് അനുവദിച്ച MP-യെക്കുറിച്ചൊരു മുണ്ടാട്ടം പോലും ഇല്ല എന്നുള്ളൊരു അവസ്ഥയാണ്. ഇന്നിപ്പോൾ
അമിത്ഷായുടെ പ്രസ്താവന ഇല്ലാത്തതിൽ മുദ്രാവാക്യം വിളിച്ചിട്ടുള്ള കോൺഗ്രസ് എംപിമാരെ പുറത്താക്കി എന്ന് പറയുമ്പോൾ ഈ വിഷയമൊക്കെ ഏത് നിലയിലാണ് കേന്ദ്ര സർക്കാർ കാണുന്നത്, എത്ര ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത് എന്നുള്ളതിൻ്റെ നേർചിത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് പോലെ തന്നെ ഞാൻ കാണുന്നത് ആ നിലയിലാണ്. പുൽവാമ ഉണ്ടായപ്പോൾ അതൊരു രാജ്യത്തിൻ്റെ വലിയ ഇൻ്റലിജൻസ് ഫെയിലിയർ ആയിരുന്നു അല്ലേ. ആ ഇൻ്റലിജൻസ് ഫെയിലിയറിനെ മറച്ചു വെച്ചുകൊണ്ട് ഒരു ബാലക്കോട്ട് ആക്രമണം എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിച്ച് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഹൈജാക്ക് ചെയ്ത പാർട്ടിയാണ് BJP NDA. അതുപോലെ ഒരു വിഷയമായിപ്പോയില്ല ഇത് എന്നുള്ളത് കൊണ്ട്, ഇത് തങ്ങളുടെ വീഴ്ചയല്ലാതെ വേറെ ഒന്നും ഇതിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ചർച്ച ഒഴിവാക്കി കളഞ്ഞു. എന്താണ് ആൻഡ്രൂ അഗസ്റ്റ്? ഞാൻ വിചാരിക്കുന്നത് അത്യന്തം അപലപിക്കേണ്ട ഒരു വിഷയമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. പക്ഷേ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ പാർലമെൻറ്റ് മന്ദിരവും എല്ലാം അതീവ സുരക്ഷ ഉള്ള സ്ഥലമാണ്. ഈ സ്ഥലത്ത് ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അതിനെ ആധികാരികമായി ആ ലെവലിൽ തന്നെയായിരിക്കാം ആ സർക്കാർ കാണുന്നുണ്ടാവുക. അല്ലെങ്കിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇതിനെ ഭയങ്കര ലാഘവത്തോടെ കാണും എന്നൊന്നും ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം നമ്മുടെ രാജ്യത്തിലുള്ള ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന സഭയാണ് അവിടെ. അപ്പോൾ അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാകാൻ ഒരിക്കലും ഒരു ആഭ്യന്തരമന്ത്രിയോ ഒരു പ്രധാനമന്ത്രിയോ ഒന്നും ഒരിക്കലും ചിന്തിക്കുക പോലും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ അതിൻ്റെ ഒരു പ്രാരംഭ ഘട്ടമാണിത്. ആ പ്രാരംഭഘട്ടം കഴിയട്ടെ. ആ പ്രാരംഭഘട്ടം കഴിയുമ്പം എനിക്ക് നിശ്ചയമായും ഇനി ഈ പറയുന്ന സഭ എനിക്ക് തോന്നുന്നു ഒരാഴ്ചയും കൂടിയുണ്ട്, അടുത്ത വെള്ളിയാഴ്ച വരെ സഭയുണ്ട്. ഈ അടുത്ത വെള്ളിയാഴ്ച ആകുമ്പോഴത്തിനുള്ളിൽ എന്തായാലും ഇതിന് അവർ മറുപടി പറയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ഇപ്പം ഒരു ഇഷ്യൂ ഉണ്ടായി, അതിൻ്റെ അന്വേഷണത്തിന് ഇപ്പോൾ ഡൽഹി പോലീസാണല്ലോ അന്വേഷിക്കുന്നത്. ആ ഡൽഹി പോലീസിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ അമിത്ഷാ വന്നിട്ട് ഒരു എന്തെങ്കിലും ഒരു ആധികാരികമല്ലാത്ത ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സഭയുടെ അവസ്ഥ? എങ്ങനെയായിരിക്കും അവരെ കാണുന്നുണ്ടാവുക? അതിപ്പോൾ നമ്മൾ തന്നെയൊക്കെ തീരുമാനിച്ചാൽ ശരിയാവില്ലല്ലോ. കേരളത്തിൽ നിങ്ങൾ കർണാടകയിൽ നിന്ന് വന്ന ആൾക്കാരാണ്, ഇന്ന സ്ഥലത്ത് നിന്ന് വന്ന ആൾക്കാരാണ്, ഇവരെല്ലാം ഇന്ന കാരണം കൊണ്ടായിരിക്കും ഈ പറയുന്ന ആക്രമണം നടത്താൻ ശ്രമിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് നമുക്ക് അത്ര ലാഘവത്തോടു കൂടി കാണാൻ പറ്റിയ ഒരു സംഭവമല്ലല്ലോ. അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല അപലപിച്ചു എന്ന് പറയേണ്ടതുണ്ട്. അപലപിച്ചു എന്ന് പറയാൻ അവർ അതിന് അത്ര സീരിയസ് അല്ല. ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താനാണ്. അല്ലല്ല, ഞാൻ പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലല്ലോ. ഒരു അമിത്ഷാ വന്നിട്ട് അപലപിച്ചു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കിട്ടുന്ന ഗുണം എന്താ? അപ്പൊ ജസ്റ്റ് രാജ്യം അപലപിക്കുകയല്ലേ? അമിത്ഷാ മാത്രമാണ് അപലപിക്കുന്നത്, പ്രധാനമന്ത്രിയാണ് സാറേ. കഴിഞ്ഞ 3 മാസമായിട്ട് ഒരു സംസ്ഥാനം ഇവിടെ പുകഞ്ഞു കത്തിക്കൊണ്ട് നിന്നിട്ട് മണിപ്പൂർ സംബന്ധിച്ച് ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല. 3-4 മാസമായി ആ സംസ്ഥാനത്ത് വിഭാഗങ്ങൾ നിങ്ങൾ ഈ പറയുന്നത് പോലെ തന്നെ ഇപ്പം ഇന്ത്യയിൽ നിങ്ങൾ ഈ പറഞ്ഞ ഒത്തിരി ഇഷ്യൂസ് ഉണ്ട്. ഈ ഇഷ്യൂസ് എല്ലാം പാർലമെന്റ് ചർച്ച ചെയ്യേണ്ടതാണ്. അതിലൊന്നും എനിക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഈ പറഞ്ഞ അത്ര ചെറുതല്ലാത്ത ലാഘവത്തോടു കൂടിയിട്ട് കാണേണ്ട, ഒത്തിരി ലാഘവത്തോടെ അല്ലാതെ കാണേണ്ടത് ഒരു ചെറിയ ഇഷ്യൂ എന്നല്ലോ ഇത്. നമ്മുടെ പാർലമെന്റിൽ ഒരാളതൊരു സ്ഫോടക വസ്തുവായിരുന്നില്ല, എന്തായിരുന്നു അവസ്ഥ? ഏത് ലെവലിൽ അതിനെ പോയേനെ? പക്ഷേ അതിന് അവർ ആ ആധികാരികമായ സംവിധാനത്തോടു കൂടി കാണുന്നുണ്ടാവുക. ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ അമിത്ഷായോ നാളെ ഞാൻ ഈ അമിത്ഷാനെയോ നരേന്ദ്രമോദിനെയോ അല്ലെങ്കിൽ ഈ BJP സർക്കാരിനോ ന്യായീകരിച്ച് പറയല്ല. ഇതിന് അത്രയും ഉത്തരവാദിത്തോട് കൂടിയിട്ട് പറയേണ്ട ഒരു വിഷയമായതുകൊണ്ടായിരിക്കും ഇന്ന് പറയാത്തത്. ഇന്ന് രാവിലെ വന്നിപ്പോൾ അമിത്ഷാ വന്ന് പറയുമ്പോൾ അതിൻ്റേതായ സംവിധാനം വേണം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ ലെവലിലുള്ള ഒരു സംവിധാനത്തെ ഞാനിതിനെ കാണുന്നുള്ളൂ. ഒരിക്കലും ഇതിനെ ഒരു ചെറിയ ലെവലിൽ കണ്ട് ഇതിനൊരു സ്റ്റേറ്റ്മെൻറ്റോട് കൂടിയിട്ട് അമിത്ഷാ വന്നു, ഞാനിതാ ഈ പറയുന്ന പാർലമെന്റിൽ ഒരു സ്ഫോടനം ഉണ്ടാക്കാൻ നോക്കി, അതിനെ ഞാൻ ഭയങ്കരമായി അപലപിക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. അതല്ല ജനങ്ങൾക്ക് വേണ്ടത്. എന്താണ് സ്പെസിഫിക് ആയിട്ട് നടന്നതെന്നാണ് അറിയേണ്ടത്. അത് ഇന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റില്ലെങ്കിൽ ഞാൻ പറയുന്നത് വെള്ളിയാഴ്ചക്കുള്ളിൽ പറയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ 100% ഞാൻ യോജിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ ഞാൻ നിൽക്കും. പക്ഷേ ഇന്ന് അതിനുള്ള സ്റ്റേജായെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിന് വേണ്ടിയിട്ട് ബഹളം ഉണ്ടാക്കി ഈ പറഞ്ഞ 5-6 ദിവസമുള്ള ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് 6 MPമാരെയാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അവർ ഈ സെക്ഷൻ കഴിഞ്ഞു. ഇനി ഫെബ്രുവരിയിൽ ഒരു 10-12 ദിവസം സെക്ഷൻ ഉണ്ട്. എന്താ നമ്മുടെ നാട്ടിൽ നിന്ന് നേടിയെടുക്കാൻ പറ്റുക? ഇത്രയൊക്കെ തന്നെ അതിൻ്റെ ബേസ് ഉണ്ടായിട്ടുള്ളൂ. ഇതിന് നഷ്ടം അത്രേ ഉള്ളൂ. നമ്മുടെ നാടിന് നമുക്ക് തന്നെയാണ് നഷ്ടം, അല്ലാതെ വേറെ ഒന്നുമില്ല. പക്ഷേ ഈ അപലപിക്കുക എന്ന് പറയുന്നത് ഈ സെക്ഷൻ തീരുന്നതിന് മുന്നേ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ അഭിപ്രായത്തോട് 100% കൂടെ നോക്കും. അതിന് മുൻപ് ഒരു അഭിപ്രായം പറഞ്ഞാലില്ല. സെഷൻ കഴിയുന്നതിന് മുമ്പ് അന്വേഷണ റിപ്പോർട്ട് വന്ന ശേഷം പ്രതികരിക്കേണ്ട ഒരാളല്ല ആഭ്യന്തരമന്ത്രി, അങ്ങനെ പ്രതികരിക്കേണ്ട ഒരാളല്ല പ്രധാനമന്ത്രി. ഡിസംബർ 13-ന് 22 വർഷങ്ങൾക്ക് മുമ്പ് പാർലമെന്റ് മുന്നിൽ ആക്രമണം നടന്നതാണ്. ആ ആക്രമണത്തിന്റെ വാർഷിക ദിനത്തിൽ തന്നെ ഒരു ആക്രമണം നടത്താൻ 1.5 വർഷം ആലോചിച്ചിട്ടാണ് ഈ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്.
ഇത് ആക്രമണമല്ല, ഒരു പ്രതിഷേധമാണ്, ശ്രദ്ധ ക്ഷണിക്കൽ എന്നാണ് അവർ പറയുന്നത്. ആ ശ്രദ്ധ ക്ഷണിക്കാനുള്ള ഈ ആലോചന, അതിന്മേൽ ആസൂത്രണം ഒക്കെ കൃത്യമായിട്ടുണ്ടായിട്ടുണ്ട്. ഇതിൽ ഈ മനോരഞ്ജൻ എന്ന് പറയുന്ന വ്യക്തി ഇതിനു മുമ്പ് പാർലമെന്റിൽ വരികയും ചെയ്തിട്ടുണ്ട്. അവിടെ എങ്ങനെയൊക്കെയാണ് പരിശോധനകൾ എന്ന് കണ്ടുപിടിച്ചു. അങ്ങനെയാണ് ഈ ഷൂ കീറി ഷൂവിനുള്ളിൽ ഇത് ഒളിപ്പിച്ച് കൊണ്ടുവരാമെന്നുള്ള ആലോചനയിലേക്ക് പോയത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം ഉണ്ടാകുകയും രാജ്യമാകെ ഞെട്ടുകയും മണിക്കൂറുകളോളം അതിന്മേലുള്ള ആശങ്ക പടരുകയും ഒക്കെ ചെയ്ത വിഷയത്തിൽ ഇന്നലെ പ്രധാനമന്ത്രി പ്രതികരിച്ചില്ല, ഇന്നലെ ആഭ്യന്തരമന്ത്രി പ്രതികരിച്ചില്ല. അവരില്ലാത്ത സമയത്താണ് സംഭവിച്ചത്. നമ്മൾ ഇന്നലെയും ഈ വിഷയം ചർച്ച ചെയ്തതാണ്. ഇതിപ്പോൾ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന പേരുകളിലൊന്നും ഒരു മുസ്ലിം നാമധാരിയുടെ പേരില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിനെ ആ രൂപത്തിൽ കണ്ടാൽ മതി എന്ന രൂപത്തിൽ തന്നെയാണ് കാണേണ്ടത്. കാരണം അത്തരം ആശങ്കകൾ MP-മാർ തന്നെ പറയുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ പ്രതിപക്ഷത്തെ ഒരു MP-യുടെ ഭാഗത്തു നിന്നാണ് ഈ പാസ് കൊടുത്തിരുന്നതെങ്കിൽ ഇതല്ല സ്ഥിതി. ഇന്നിപ്പോൾ നേരത്തോട് നേരമായല്ലോ. ഈ പ്രതാപ് സിംഹ അദ്ദേഹം ഒരു വിശദീകരണം നടത്തിയോ? ഇന്നലെ അദ്ദേഹം നടത്തിയിട്ടില്ല. ശരി, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പാസ് ഏത് രൂപത്തിൽ പോയി എന്നറിയില്ല. അദ്ദേഹത്തെ ചിലപ്പോൾ പറ്റിച്ചതാകാം. അങ്ങനെയാണെങ്കിൽ പോലും ഇന്ന് അദ്ദേഹം അത് വിശദീകരിക്കേണ്ടതല്ലേ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇന്ന് രാവിലെ പ്രധാനമന്ത്രി യോഗം വിളിച്ചു. ആ യോഗത്തിൽ ആഭ്യന്തരമന്ത്രിയുണ്ട്, രാജ്നാഥ് സിംഗ് ഉണ്ട്, പീയൂഷ് ഗോയലുണ്ട്, ഇവരൊക്കെയുണ്ട്. ഈ യോഗത്തിന് ശേഷം എന്താണ്? അതിനുശേഷം ഒരു പ്രതികരണം നടത്തേണ്ടതല്ലേ? അപ്പോൾ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എപ്പോൾ പ്രതികരിക്കേണ്ടതാണ്? അപ്പോൾ പ്രതികരിക്കുന്ന പ്രതിപക്ഷം പ്രതികരിക്കാൻ പാടില്ല എന്ന തീരുമാനമാണോ? പാർലമെന്റിൽ സംസാരിക്കുന്നവർ അല്ലെങ്കിൽ സംസാരിക്കാൻ ഇടയുള്ളവരെ പോലും സസ്പെൻഡ് ചെയ്യുകയാണ്. അവിടെ ഇല്ലാത്തയാളെ സസ്പെൻഡ് ചെയ്യുകയാണ്, DMK പ്രതിനിധിയെ. അപ്പോൾ ആ രൂപത്തിൽ വരികയും അത് അബദ്ധമാണെന്ന് പറഞ്ഞ് പിന്നീട് മാറ്റുകയൊക്കെ ചെയ്യുന്നു. ഇതൊരു ജനാധിപത്യ സംവിധാനമല്ല. ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിപക്ഷത്തിന് പ്രതികരിക്കാണ്ടേ? ആവശ്യങ്ങൾ ഉന്നയിക്കണ്ടേ? അത് ഓരോ സംസ്ഥാനത്തെയും അല്ലെങ്കിൽ ഓരോ ജില്ലയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങൾ മാത്രം പറയാനുള്ളതാണ് MP-മാരുടെ ചുമതല. ഈ വിഷയത്തിൽ ഒരു അന്വേഷണത്തിൽ ഒരു പ്രതികരണം സർക്കാർ നടത്തേണ്ടതുണ്ട്. സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തേണ്ടതുണ്ട് പറയുമ്പോൾ അതിനെ ചുരുക്കി കാണുകയും നിസ്സാരവൽക്കരിക്കുകയും 2 മണിക്കൂറിനകം തന്നെ നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ കേൾക്കാം, നമുക്ക് സുരക്ഷാ സംവിധാനം ശക്തമാക്കാം എന്ന് പറയുകയും പിന്നീട് പുറത്തേക്ക് കേന്ദ്രസേനയൊക്കെ വിന്യസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതാണോ വേണ്ടത്? ഇത് രാജ്യം നോക്കുകയാണ്. ഇന്ന് പത്രങ്ങൾ നോക്കുക, എല്ലാ പത്രങ്ങളും കറുത്ത ദിനമെന്നാണ് പറയുന്നത്. എല്ലാവരും ആശങ്കപ്പെട്ടിട്ടുണ്ട്. പെടേണ്ട രൂപത്തിൽ അത് സംഭവിച്ചിട്ടില്ല. അവരുടെ ചിലപ്പോൾ ഒരു പ്രതിഷേധമായിരിക്കാം. അവർ ഉന്നയിച്ച വിഷയങ്ങൾ ഗുരുതരമായ വിഷയങ്ങൾ തന്നെയാണ്. രാജ്യത്തെ യുവാക്കൾ, കർഷകർ, ചെറുകിട വ്യവസായികളൊക്കെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ അവരെന്തുകൊണ്ട് ഈ പ്രതിഷേധ മാർഗം സ്വീകരിച്ചു? അതും പരിശോധിക്കേണ്ടതാണ്. ഇന്നിപ്പോൾ ഇവരെ കസ്റ്റഡിയിൽ കിട്ടേണ്ട അപേക്ഷയിലാണ്. ഭീകരാക്രമണത്തിന്റെ രൂപത്തിലാണ് ഇവർ ആക്രമണം നടത്തിയത്, ആ രൂപത്തിൽ പരിശോധിക്കണമെന്ന് പറയുന്നു. ഇതിപ്പോൾ ഭഗത് സിംഗ് ആശയങ്ങളുള്ളവരാണ് ഇവർ എന്ന് കണ്ടിട്ടുണ്ട്. നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ നമ്മൾ മുമ്പൊക്കെ ഇന്നലെയും ചർച്ച ചെയ്തതാണ്. ഇവരൊക്കെ വിദ്യാഭ്യാസമുള്ളവരാണ്, പുസ്തകങ്ങൾ വായിക്കുന്നവരാണ്, രാജ്യത്തിന് നന്മ ചെയ്യണമെന്ന് പറയുന്നവരാണ് എന്ന് ഇവരുടെ കുടുംബം പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ളവർ ഇങ്ങനൊരു പ്രതിഷേധ മാർഗം എന്തുകൊണ്ട് സ്വീകരിച്ചു? പാർലമെന്റിനകത്താണ് പ്രതിഷേധിക്കേണ്ടത്. ഞങ്ങൾ പുറത്ത് പറയുമ്പോൾ ഞങ്ങളുടെ ശബ്ദം അടിച്ചമർത്തുകയാണ്, ഞങ്ങൾക്കകത്ത് പറയേണ്ടതുണ്ട് എന്ന് അവർക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? അതിന്മേലൊരു പ്രതികരണം വേണ്ടേ? സർക്കാർ പറയണ്ടേ? സർക്കാർ എപ്പോൾ പറയണം? എല്ലാം കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി എന്നാണോ? അങ്ങനെയാണെങ്കിൽ മണിപ്പൂരിൽ പറഞ്ഞിട്ടില്ല, ഇസ്രയേൽ ആക്രമണം നടന്ന പിറ്റേ ദിവസം പ്രതികരിച്ചല്ലോ. അപ്പോൾ ഇതിനൊക്കെ ഒരു തീരുമാനമുണ്ട്. എവിടെ പ്രതികരിക്കണം, എവിടെ പ്രതികരിക്കേണ്ട. പ്രതിപക്ഷം മിണ്ടുന്ന പ്രതിപക്ഷത്തെ അംഗങ്ങളെ പുറത്താക്കണം. ഇതൊക്കെയാണ് തീരുമാനം. സുജയ. സ്മൃതി പരുത്തിക്കാട് മാഡം പറഞ്ഞതിനോട് എനിക്കൊരു എതിർപ്പുണ്ട്. അത് പറഞ്ഞു തന്നെ തുടങ്ങാമെന്ന് കരുതുന്നു. അന്വേഷണം പുകയായോ എന്ന ചോദ്യത്തിന് തന്നെ ഈ ഘട്ടത്തിൽ ഒരു പ്രസക്തിയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അന്വേഷണം കൃത്യമായി നടക്കുകയാണ്. പ്രത്യേക സംഘത്തെ അടക്കം രൂപീകരിച്ചുകൊണ്ടാണ് ഈ അന്വേഷണം പോകുന്നത്. CRPFന്റെ DG അനീഷ് ദയാൽ സിംഗിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. MHA എൻക്വയറി കമ്മിറ്റി തന്നെ ഫോം ചെയ്തിരിക്കുകയാണ്. നേരത്തെ ഉണ്ണിസർ ഇവിടെ സൂചിപ്പിച്ചു LK അദ്വാനിയുടെ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച്. 2001 അന്ന് ഞാൻ മാധ്യമപ്രവർത്തനം തുടങ്ങിയിട്ടില്ല, എനിക്ക് വായിച്ചറിവ് മാത്രമേ ഉള്ളൂ. പക്ഷേ 13-ാം തീയതി നടന്ന ആക്രമണത്തെക്കുറിച്ച് വിശദമായ സ്റ്റേറ്റ്മെന്റ് LK അദ്വാനി പാർലമെന്റിൽ നടത്തിയിരിക്കുന്നത് 18-ാം തീയതിയാണ്. അന്നൊരു ചൊവ്വാഴ്ചയായിരുന്നു, 18-ാം തീയതി ചൊവ്വാഴ്ച. അല്ലാതെ 13-ാം തീയതി നടന്ന ആക്രമണത്തിന് ആ 13-ാം തീയതി തന്നെയോ അല്ലെങ്കിൽ 14-ാം തീയതി തന്നെയോ അല്ല പാർലമെന്റിൽ LK അദ്വാനി എന്ന അന്നത്തെ യൂണിയൻ ഹോം മിനിസ്റ്റർ പ്രസ്താവന നടത്തിയത്. അപ്പോൾ അമിത്ഷായ്ക്ക് അത്രയും ദിവസങ്ങളുടെ അല്ല, സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറഞ്ഞത്. ഞാൻ ഉണ്ടായിരുന്നില്ല അന്ന്, ഞാനൊരു സ്കൂൾ വിദ്യാർത്ഥിയാണ്. എനിക്ക് പത്രത്തിൽ വായിച്ചുള്ള അതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതേക്കുറിച്ച് കുറച്ചുകൂടി നേരിട്ട് പറയാൻ കഴിയും. പക്ഷേ ഞാൻ ഈ തീയതിയുടെ കാര്യം ഒന്ന് എടുത്തു പറയണമെന്ന് കരുതിയത്, അതേ ദിവസം പ്രസ്താവന നടത്തിയെന്ന് നമ്മൾ പ്രചരിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. 18-ാം തീയതിയാണ് LK അദ്വാനിയുടെ സ്റ്റേറ്റ്മെന്റ്. ആ LK അദ്വാനിയുടെ സ്റ്റേറ്റ്മെന്റിന്റെ കണ്ടന്റിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അത് കൃത്യമായി വിവരങ്ങളൊക്കെ ശേഖരിച്ചതിന് ശേഷം വസ്തുതാപരമായുള്ള ഒരു ദീർഘമായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഏകദേശം അദ്ദേഹം ആ സ്റ്റേറ്റ്മെന്റ് അന്ന് സഭയിൽ നടത്തിയതിന് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അത് ഒരു 20 മിനിറ്റോളം എടുത്തുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതിൽ ഓരോ കാര്യങ്ങളും, അതായത് ഇൻവെസ്റ്റിഗേഷനിൽ കണ്ടെത്തിയ
കാര്യങ്ങൾ, ഇതിന്റെ ആസൂത്രകരെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതെല്ലാം വളരെ വിശദമായി തന്നെ പ്രതിപാദിച്ചുകൊണ്ടാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ ക്രൈം സീനെ കുറിച്ച്, അതിൽ ബോംബ് ഡിറ്റക്ഷൻ സ്ക്വാഡും ഫോറൻസിക് എക്സ്പേർട്സും ഒക്കെ കണ്ടെത്തിയ കാര്യങ്ങളെക്കുറിച്ച് അതെല്ലാം വിശദീകരിച്ചുകൊണ്ടാണ് അന്നത്തെ MHA കൃത്യമായ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരിക്കുന്നത്. സമാന രീതിയിൽ ഇവിടെ ഇപ്പോൾ ഒരു എൻക്വയറി കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ട്. അനീഷ് ദയാൽ സിംഗിന്റെ DGയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രാഥമിക റിപ്പോർട്ട് കൈമാറും. അതിനുശേഷമേ ഔദ്യോഗികമായി ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താൻ കഴിയൂ. അതാണ് ഇതിലെ വസ്തുത. ഇനി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം. അതായത് ഈ ഒരു കാര്യത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നതിൽ ആർക്കും സംശയമില്ല. സുരക്ഷാ വീഴ്ച അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ സുരക്ഷാ വീഴ്ച എന്ന് പറയുന്നത് ചെറിയ ഒരു സുരക്ഷാ വീഴ്ചയല്ല, അത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് തന്നെ ആശങ്കയുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. ഇതിൽ ഈ ആക്രമണം നടത്തിയ കേസിലെ 4 പ്രതികൾ, ആ 4 പ്രതികളെ ഇപ്പോൾ 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്, നമുക്കറിയാമല്ലോ. അപ്പോൾ വിശദമായ ചോദ്യം ചെയ്യൽ, ഇവരെ വിശദമായി ചോദ്യം ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇവർ ഈ പറയുന്ന പ്രാഥമികമായി പറയുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഭഗത് സിംഗ് ഫാൻ ക്ലബ്, അങ്ങനെയുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെയാണ് ഇവർ പരിചയപ്പെട്ടത്. 1.5 വർഷം മുൻപ് മൈസൂരുവിലാണ് ഇവർ ഫസ്റ്റ് മീറ്റിംഗ്. അതിനുശേഷം ഇവർ മീറ്റപ്പ് നടത്തിയിട്ടുണ്ട്. ആ മീറ്റപ്പ് നടത്തിയിരിക്കുന്നത് ലളിത് ഝാ എന്ന് പറയുന്ന ബംഗാൾ സ്വദേശിയായ സ്കൂൾ അധ്യാപകന്റെ വീട്ടിലാണ്. അപ്പോൾ ആ വീട്ടിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇവർ എന്തൊക്കെ കാര്യങ്ങളാണ് പദ്ധതിയിട്ടത്? ഇതിനു മുൻപ് നീലത്തെ ആന്തോളൻ ജീവി എന്നൊക്കെ വിശേഷിപ്പിക്കുന്നു, ഞാൻ ആ വാക്കൊന്നും ഉപയോഗിക്കുന്നില്ല, പക്ഷേ മറ്റ് പ്രതിഷേധ പരിപാടികളിലുമൊക്കെ പങ്കെടുത്തിട്ടുള്ളവരാണ് ഇവർ. അതുകൊണ്ട് തന്നെ ഈ മനോരഞ്ജന്റെയും സാഗർ ശർമ്മയുടെയും നീലം ദേവിയുടെയും മഹാരാഷ്ട്ര ലാത്തൂർ സ്വദേശി അമോൽ ഷിൻഡെയുടെയും ഒക്കെ പശ്ചാത്തലത്തെക്കുറിച്ച്, അവരുടെ മോട്ടീവിനെ കുറിച്ച് കൃത്യമായി ചോദിച്ചറിയണം. അതിന് ഈ 7 ദിവസത്തെ കസ്റ്റഡി കൂടിയേ തീരൂ. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് UAPA ഉൾപ്പെടെയുള്ള വകുപ്പുകൾ, അതായത് ട്രസ്പാസ്, ക്രിമിനൽ കോൺസ്പിറസി, ഒബ്സ്ട്രക്ഷൻ, അതോടൊപ്പം UAPA, ഇത്രയും വകുപ്പുകൾ ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഗുരുഗ്രാമിൽ നിന്ന് വിശാൽ ശർമ്മയെയും ഭാര്യയെയും അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരിൽ നിന്ന് ലളിത് ഛായയെക്കുറിച്ചുള്ള ലീഡ് കിട്ടുമെന്ന പ്രതീക്ഷയിൽ ലളിത് ഛായക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. പിന്നെ ഇവരുടെ ഒരു പ്രവർത്തന രീതി, ലളിത് ഛായ ഇത് ചിത്രീകരിച്ചിട്ടുണ്ട്, അപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നീലം അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ ആദ്യം അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ലളിത് ഛായാണ്. അപ്പോൾ ഒരു ഭീകരാക്രമണത്തിന് പദ്ധതി ഇടുന്ന രീതിയിൽ ഇവർ പ്രവർത്തിച്ചിട്ടുണ്ടോ? അത് കണ്ടെത്തണം. കണ്ടെത്താതെ എങ്ങനെയാണ് ആഭ്യന്തരമന്ത്രിക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താൻ കഴിയുക എന്നുള്ളതും നമ്മൾ അത് പറയാതെ പോകരുത്. കാരണം ഒരു അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ, നേരത്തെ ആൻഡ്രൂ സാർ സൂചിപ്പിച്ചതുപോലെ, ഒരു അന്വേഷണത്തിന്റെ ഒരു ദിവസമാണ് ആകുന്നത്. അതിനിടയിൽ ആഭ്യന്തരമന്ത്രി ഒരു പ്രസ്താവന നടത്തുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു ആശയക്കുഴപ്പമുണ്ട്. അങ്ങനെയൊരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരാളല്ല ആഭ്യന്തരമന്ത്രി. അന്വേഷണത്തിന്റെ ആദ്യഘട്ടം പിന്നിട്ട് പ്രാഥമിക വിവരങ്ങൾ ലഭ്യമായ ശേഷമായിരിക്കും അമിത്ഷാ ഒരു പ്രസ്താവന നടത്തുക. പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ ഒന്നും അന്വേഷിക്കാതെ, ഒന്നും ചോദിക്കാതെ ഇരിക്കുകയാണ് എന്നൊന്നും ഞാൻ കരുതുന്നില്ല. കൃത്യമായ യോഗങ്ങൾ വിളിക്കുകയും ഈ അന്വേഷണത്തിന്റെ പുരോഗതി വിലയിരുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. രാജ്യത്തിന്റെ നിർണായക കേന്ദ്രമാണ് പാർലമെന്റ്. അവിടേക്ക് നടന്ന ഒരു അതിക്രമം ആ സുരക്ഷാ വീഴ്ചയിൽ വെറുതെ ഒരു പ്രസ്താവന നടത്തില്ല. ഇതിലിപ്പോൾ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട്. സുരക്ഷയിൽ പ്രശ്നങ്ങൾ, ഈ ഉദ്ഘാടന വേളയിലടക്കം സുരക്ഷയിലെ പ്രശ്നങ്ങൾ അങ്ങനെ ചർച്ചയായിട്ടില്ല എന്നതുകൂടി ഞാൻ ഈ ഘട്ടത്തിൽ പറയുകയാണ്. പിന്നെ അതോടൊപ്പം സുരക്ഷ കൂട്ടുന്നതിനായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിനായി അതിനാവശ്യമായ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഓർഡർ പോയതിനു ശേഷമാണ് ഈ അതിക്രമം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഏർലി കമന്റിലേക്ക്, ഞാൻ ഇന്നലെയും അതാണ് പറഞ്ഞത്, ഒരു ഏർലി കമന്റാണ്. നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മുസ്ലിം നാമധാരി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അന്വേഷിക്കുന്നില്ല, അതായത് സർക്കാരിന് അതിൽ താല്പര്യമില്ല എന്നൊക്കെ പറയുന്നത് അതൊരു മിസ്ലീഡിംഗ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ രൂപത്തിലല്ല അത് ചർച്ച ചെയ്യുക. അല്ല, മാഡത്തിന്റെ അങ്ങനെ ഒരു തോന്നലുള്ളത് കൊണ്ടാണ്. ഒരു ഹിന്ദു മുസ്ലിം ഡിവൈഡിലേക്കൊന്നും പോകേണ്ടതില്ല. അക്രമി ആരാണോ അത് അവൻ അക്രമിയാണ്, ക്രിമിനൽ ആരാണോ അവൻ ക്രിമിനലാണ്. അത് ബീറ്റ് ഹിന്ദു മുസ്ലിം എനി റിലിജിയൻ, ഏത് മതത്തിൽ പെടുന്നു എന്നുള്ളതല്ല. അക്രമിയാണോ ആ അക്രമി എന്ന് തന്നെ നമ്മൾ പറയണം. അതിൽ നമ്മൾ ഈ മറ്റ് കാര്യങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഇതിൽ ആരാണോ അക്രമി അയാളിലേക്ക് കൃത്യമായ അന്വേഷണം എത്തണം. എന്തായിരുന്നു അയാളുടെ മോട്ടീവ് എന്നത് കണ്ടെത്തണം. സമാനമായ അക്രമങ്ങൾ ഉണ്ടാകാതിരിക്കാനായുള്ള നടപടികൾ സ്വീകരിക്കണം. അതാണ് ചെയ്യേണ്ടത്. ഇവിടെ വീഴ്ചയുണ്ടായി, അത് സർക്കാരിന്റെയും വീഴ്ചയാണ്. സർക്കാർ അത് തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ സുജയ്, ഇന്നലത്തെ ചർച്ചയിൽ സുജയ് പറഞ്ഞിരുന്നു പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ഇന്നേക്ക് പ്രതികരിക്കുമായിരിക്കും. പ്രതീക്ഷ പോയി. എന്റെ ഒരു ഹോപ്പാണ്. പക്ഷേ ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കുകയാണ്. ഈ പറയുന്ന അനീഷ് പൂർത്തിയാകുമെന്നാണോ സുജയ്? അല്ല, ഇന്ന് പൂർത്തിയാകുമെന്നല്ല മാഡം, അങ്ങനെയുള്ള മിസ്ഇന്റർപ്രിട്ടേഷനിലേക്ക് പോകണ്ട. ഇന്ന് കമന്റ് ചെയ്തേക്കും. കാരണം ഔട്ട്സൈഡ് പാർലമെന്റ് കമന്റ് ചെയ്യുന്ന പതിവുണ്ട്. അതുണ്ടായേക്കുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കാം. നികേഷ് സാറിനും ഉണ്ണി സാറിനും അതേക്കുറിച്ച് കൂടുതൽ പറയാം. അങ്ങനെ പുറത്ത് പ്രതികരിക്കുന്ന പതിവുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ അനീഷ് ദയാൽ സിംഗിന് DGക്ക് അന്വേഷണം കൈമാറിയിരിക്കുകയാണ്. അതിന്റെ പ്രാഥമിക റിപ്പോർട്ട് വന്നതിന് ശേഷം സ്റ്റേറ്റ്മെന്റ് നടത്താമെന്നുള്ള ഡിസിഷനിലേക്ക് എത്തിയതാകും. സ്മൃതി, ഇതിനകത്ത് ഇത് ഒരു പാർലമെന്റ് അംഗത്തിന്റെ പ്രിവിലേജാണ്. പാർലമെന്റിലേക്ക് ഒരു കൂട്ടം ആളുകൾ വരുന്നു, ആക്രമണം നടത്തുന്നു. അത് എന്താണ് സംഭവിച്ചത് എന്ന് ഒരു പാർലമെന്റ് അംഗത്തെ സംബന്ധിച്ചിടത്തോളം അറിയാനുള്ള അവകാശമുണ്ട്. അവരുടെ പ്രിവിലേജിന്മേലാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്പീക്കറും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയും കടന്നു കയറി കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അഭിപ്രായം. നോക്കൂ, അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ടാണ് പിന്നെ അങ്ങനെ ഒരു കളി കളിക്കുന്നത് എന്നുള്ളതാണ്. അവർ ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യം, അവരുടെ മതം, അവർ വരുന്ന സ്ഥലങ്ങൾ,
BJP അംഗമാണ് പാസ് അനുവദിച്ചിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയാണ് എങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് BJPയെ തന്നെയാണ് അലോസരപ്പെടുത്തുന്നത് എന്നുള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ BJP അക്കാര്യത്തിൽ അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിസഭ അക്കാര്യത്തിലൊരു വിശദീകരണം പാർലമെൻറ്റിൽ നടത്താത്തത്. ഇന്നിപ്പോൾ ദ ഹിന്ദു റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പാർലമെൻറ്റിൻ്റെ സുരക്ഷ സംബന്ധിച്ചൊരു ഹൗസ് പാനലുണ്ട്. ആ ഹൗസ് പാനൽ ഇതുവരെ പുനഃസംഘടിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. പുതിയ പാർലമെൻറ്റ് വരുന്നു, ആ പാർലമെൻറ്റിൻ്റെ സുരക്ഷാ സംവിധാനം വിലയിരുത്തുന്നതിനുള്ള ഹൗസ് പാനൽ പുനഃസംഘടിപ്പിക്കുകയോ അതിൻ്റെ ചെയർമാൻ നിശ്ചയിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ള ഗുരുതരമായ വീഴ്ച ഇന്ന് ദ ഹിന്ദു എന്ന ദിനപത്രം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. TN പ്രതാപൻ ഇന്ന് ദ വയറിന് കൊടുത്തിട്ടുള്ള അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. അതായത് BJP അംഗങ്ങൾ വന്നാൽ സന്ദർശകരെ യഥേഷ്ടം അനുവദിക്കുന്നു. അതേസമയം കോൺഗ്രസ് അംഗങ്ങൾക്കോ പ്രതിപക്ഷ പാർട്ടിയിലെ MP മാർക്കോ ഈ നിലയിലുള്ള ഒരു അവകാശം ഇല്ല എന്നാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഒരു സ്കൂൾ കുട്ടികൾ പോയാൽ ഇവിടെ നിന്ന് ആകെ CPMൻ്റെ ഒരംഗവും 18 UDF അംഗങ്ങളുമാണല്ലോ ഒപ്പിട്ട് കൊടുക്കേണ്ടത് സാധാരണഗതിയിൽ. കാരണം അവരുടെ MP അവരാണ്. പക്ഷേ അവർക്ക് അങ്ങനെ ഒരു സ്കൂൾ കുട്ടികളെ ബൾക്കായി അകത്തേക്ക് കയറ്റാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ മാത്രമല്ല വളരെ ഗുരുതരമായിട്ടുള്ളൊരു കാര്യം ഇനി ഞാൻ 10 മണിയുടെ വാർത്തയിൽ TN പ്രതാപനെ ടെലിഫോൺ ലൈനിൽ എനിക്ക് കിട്ടിയിരുന്നു. TN പ്രതാപൻ പറയുന്നത് 2 തവണ ഈ പുതിയ പാർലമെൻറ്റ് വന്നതിന് ശേഷം 2 തവണ ഒന്ന് ഈ വനിതാ ബിൽ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച സമയത്ത് ഈ ഹരിയാനയിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും ലോറികളിലും ബസ്സുകളിലുമായി BJPക്കാരെ കൊണ്ടുവന്ന് പാർലമെൻറ്റിൽ അണിനിരത്തിയിട്ട് കൊണ്ടുപോയി, ചന്തയാക്കി മാറ്റി കൊണ്ടുപോയി എന്ന് പറയുന്നു. രണ്ടാമത്തേത് ഈ 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ വിജയത്തിന് ശേഷം പാർലമെൻറ്റിൽ BJP അംഗങ്ങൾ ഡെസ്കിൽ തമ്പ് ചെയ്തിട്ട് മോദി 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 എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം കൊടുത്തല്ലോ. അപ്പം സന്ദർശക ഗാലറിയിൽ ഇരുന്നുകൊണ്ട് ആളുകൾ മോദി 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 എന്ന് പറയുമായിരുന്നു എന്നാണ്. എനിക്ക് അത്ഭുതമായിരുന്നു. ആ സമയത്ത് എനിക്ക് PTT ആചാരി, സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് പാർലമെൻറ്റിൻ്റെ മുഴുവൻ സുരക്ഷാ കാര്യങ്ങളുടെയും ചുമതലക്കാരനാണ്. PTT ആചാര്യയെ സംബന്ധിച്ചിടത്തോളം അത് വിശ്വസിക്കാനാകുന്നില്ല. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തത് എന്താണ്? ഒരു സന്ദർശക ഗാലറിയിൽ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒന്നിങ്ങനെ കൈ അനക്കിപ്പോയാൽ ഉടനെ തൊട്ടടുത്തിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വന്നിട്ട് കൈ അവിടെ പിടിക്കും. നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ വിളിച്ച് പുറത്താക്കും. ഇതിപ്പോൾ പറയുന്നത് നമുക്ക് ഒരു പാർട്ടിക്ക് അനുകൂലമായി, ഒരു നേതാവിന് അനുകൂലമായി മോദി 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 എന്ന് പറയുന്ന മുദ്രാവാക്യം വിളിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അങ്ങനെ വിളിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. TN പ്രതാപൻ പറയുന്നത് ഞാൻ എന്നിട്ട് ഇതാ ബെല്ലിലേക്ക് ഓടിച്ചെന്നു, സ്പീക്കറോട് പറഞ്ഞു ഇതാ സന്ദർശക ഗാലറിയിൽ നിന്ന് ആളുകൾ മുദ്രാവാക്യം വിളിക്കുകയാണെന്ന് പറഞ്ഞു. സ്പീക്കർ കണ്ട ഭാവം നടിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ സംശയിച്ചതുപോലെയൊന്നുമല്ല. സ്വാഭാവികമായും അനക്കം കാണുകയോ അല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുന്നതോ ഇപ്പോൾ യഥാർത്ഥത്തിൽ തടയുന്നില്ല. അവർക്ക് വേണമെങ്കിൽ ലോക്സഭാ ഹാളിലേക്ക് ചാടാൻ കഴിയുന്ന എന്ത് ആക്ടിവിറ്റിയും ഈ സന്ദർശക ഗാലറിയിൽ അവർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ഇതൊക്കെ ഒന്ന് പാനൽ ഇല്ല എന്നുള്ളത്, 2 ഈ സന്ദർശക ഗാലറിയിൽ ആർക്കും അറഞ്ചം പുറഞ്ചം വരാമെന്നും അവർക്ക് എന്ത് ആക്ടിവിറ്റിയിലും ഏർപ്പെടാം എന്നുമുള്ളതിൻ്റെ ദുരന്ത ഫലമാണ് യഥാർത്ഥത്തിൽ ഇന്നലെ അനുഭവിച്ചത് എന്നുള്ളതാണ്. നേരത്തെ സുജയ ചൂണ്ടിക്കാണിച്ച ഈ LK അദ്വാനിയുടെ വിഷയം അല്ല, 2001 13-ാം തീയതി സംഭവിച്ച കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. നോക്കൂ, അന്ന് പാർലമെൻറ്റിൽ മുഴുവൻ ചോരയാണ്. സാധാരണഗതിയിലുള്ള ഒരു സംഭവമല്ല, ഒരു തീവ്രവാദി ആക്രമണമാണ് ഉണ്ടായിട്ടുള്ളത്. പാർലമെൻറ്റിൻ്റെ ചുവരുകളിൽ ചോര പുരണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ ആർക്കും നമ്മൾ ആ സമയത്ത് എല്ലാവരെയും സെൻട്രൽ ഹാളിലേക്ക് മാറ്റുകയും സെൻട്രൽ ഹാള് എന്ന് പറയുന്നിടത്തേക്ക് ഭീകരർ വരില്ല എന്നുള്ള ഒരൊറ്റ നിഗമനത്തിൽ അവിടെയൊക്കെ എല്ലാവരെയും വിന്യസിച്ചു എന്നുള്ളതാണ്. പിന്നെയും അതിൻ്റെ ഏതൊക്കെ ഫ്ലോറുകളിൽ എവിടെയൊക്കെ അവരെത്തിപ്പെട്ടിട്ടുണ്ടെന്ന് ഒരു പിടിയുണ്ടായിരുന്നില്ല എന്ന്. പിന്നീട് പുറത്തേക്ക് ആളുകളെ മാറ്റിയതും പിന്നീട് അതിനേക്കാൾ രാത്രിയായതിനു ശേഷമാണ് ഇവാക്യുവേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ നിലയിൽ ഇവിടെ അതല്ല സംഭവിച്ചിട്ടുള്ളത്. പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞാണ് പാർലമെന്റിന് ശരിയായ രീതിയിൽ ഫംഗ്ഷൻ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അന്ന് ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള LK അദ്വാനിയും പാർലമെന്റിൽ പെട്ടുപോയ ആളാണ്. അദ്ദേഹത്തിന്റെ മുറിയിൽ അദ്ദേഹം ഒരു യോഗം ചേർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സ്റ്റോം ഉണ്ടാകുന്നത് അകത്തേക്ക്. അല്ല, അദ്വാനിയുടെ പേരിലുള്ള ഹോം മിനിസ്റ്ററുടെ സ്റ്റിക്കറുമായിട്ടാണ് കയറുന്നത് വണ്ടി. അദ്വാനിയുടെ വാഹനം എന്നുള്ള നിലയ്ക്കാണ് ആഭ്യന്തര വകുപ്പിന്റെ വാഹനങ്ങളെ പരിശോധിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞവർ അങ്ങനെ ഒരു സ്റ്റിക്കർ ഉണ്ടാക്കിയിട്ടാണ് അകത്തേക്ക് കയറുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഘട്ടത്തിലെ തൊട്ടടുത്ത മണിക്കൂറിൽ സഭ ചേർന്നിട്ടൊന്നുമില്ല. ഇത് തൊട്ടടുത്ത മണിക്കൂറിൽ സഭ ചേർന്നിട്ടുണ്ട്. അവിടെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വിശദീകരണം. പിന്നെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഷിയാൻഡോ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ നമുക്ക് വേണ്ടത് ഉത്തരവാദികൾ ഇന്നതായിരുന്നു, ഇവരുടെ ഉദ്ദേശം ഇന്നതായിരുന്നു എന്നുള്ള പോലീസ് റിപ്പോർട്ടല്ല. എൻ്റെ പാർലമെൻറ്റ് അംഗത്തിൻ്റെ പ്രിവിലേജ്, ആ പ്രിവിലേജ് എനിക്ക് അനുവദിച്ച് കിട്ടണമെന്നുള്ളതാണ്. ആ പ്രിവിലേജ് അനുവദിച്ച് കിട്ടണമെന്ന് പറയുമ്പോൾ എന്നെ പിടിച്ച് സഭയിൽ നിന്ന് പുറത്താക്കുകയാണ് ഇവർ ചെയ്യുന്നത്.
എന്നെ പിടിച്ച് ഞാൻ ആ ആവശ്യം ഉന്നയിക്കുമ്പോൾ എന്നെ പിടിച്ച് സഭയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ള ഗുരുതരമായ കുറ്റകൃത്യമാണ് ചെയ്യുന്നത്. ഇവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടാനാകുന്നില്ല എന്ന് കാണുമ്പോൾ അതിനെ നേരത്തെ ഉണ്ണി ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഇപ്പോൾ മണിപ്പൂർ, ഇന്നും ഞാൻ ജീവിക്കുന്ന ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു സംസ്ഥാനം നിന്ന് കത്തിയല്ലോ മാസങ്ങൾ. ഏറ്റവും ഒടുവിൽ 9 പേര് മരിച്ച വെടിവെപ്പ് തീർന്നിട്ടില്ല, ഇപ്പോഴും അമഞ്ഞു കത്തുകയാണ്. ആ സംസ്ഥാനം സന്ദർശിച്ചിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം നിർവഹിക്കുന്നതിന് വേണ്ടി ആ സംസ്ഥാനത്തെ കത്തിക്കുകയാണ് എന്ന് ഞാൻ പറയും. നോക്കുക, ഇവിടെ അവരുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പുൽവാമ ആയിരുന്നുവെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമായിരുന്നു ഇത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അവർ ഉയർത്തിയ മുദ്രാവാക്യം, അവരുടെ മതം, അവർ വരുന്ന സ്ഥലങ്ങൾ, BJP അംഗമാണ് പാസ് നൽകിയത് എന്നുള്ളത് കൊണ്ട് ആ വിഷയം ഉയർത്തി സ്വന്തം പല്ലിട കുത്തി നാറ്റിക്കാൻ തയ്യാറില്ല എന്നുള്ളത് കൊണ്ട് അമിത്ഷാ ഇന്ന് പ്രസ്താവന നടത്തി. എനിക്ക് ഇതിനോട് ചേർത്ത് വെക്കാനുള്ളത് എൻ്റെ കാര്യത്തിൽ നിങ്ങൾ ചോദിച്ചതിനകത്ത് ഒരു മറുപടി പറഞ്ഞു. ഞാൻ ഒരു മിനിറ്റ് കൂടുതൽ എടുക്കത്തില്ല. ഈ 2001 ഈ ആഭ്യന്തരമന്ത്രി LK അദ്വാനി 5 ദിവസം കഴിഞ്ഞിട്ടാണല്ലോ ഈ പ്രസ്താവന നടത്തുന്നത് പറയുന്നത്. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ അറ്റാക്കുമായി ബന്ധപ്പെട്ട് 14 പേരാണ് മരിച്ചത്. 5 ടെററിസ്റ്റുകളെ നമ്മൾ അപ്പം തന്നെ കൊന്നു. പിന്നെ ഉള്ളത് 8 സെക്യൂരിറ്റി ഓഫീസേഴ്സും ഒരു ഗാർഡനറും, അവിടുത്തെ ഒരു ഗാർഡനർ, അങ്ങനെ 14 പേരുടെ മരണം സംഭവിക്കുന്നു. ഒന്നാമത്തെ കാര്യം. പിന്നെ ആ പാർലമെൻറ്റ് മുഴുവൻ സാനിറ്റൈസ് ചെയ്യേണ്ടി വന്നു. അത് ശരി, എവിടെയൊക്കെ എന്തൊക്കെയുണ്ട് എന്നുള്ള അറിയാൻ വയ്യാത്ത അവസ്ഥ. ഇതിന് ശേഷമാണ് നടക്കുന്നത്. മാത്രവുമല്ല, അത് അതിർത്തി കടന്നുള്ള ഭീകരാക്രമണമായിരുന്നു. അക്കാര്യത്തിൽ എന്താ സംശയം? അത് ISI ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ലഷ്കർ തോയ്ബയും ജെയ്ഷെ മുഹമ്മദ് കൂടി ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അത് അതിർത്തി കടന്നൊരു ഭീകരാക്രമണമായിരുന്നു. ആരും സർക്കാരിനോട് അതിന്റെ മേലൊരു സ്റ്റേറ്റ്മെന്റ് ആവശ്യപ്പെട്ടിട്ടില്ല സുജയ. അത് അങ്ങനെ ചെയ്യാനും പാടില്ല. എന്നാൽ ഇന്ന് 26 നോട്ടീസാണ് ഉള്ളത്, 26 നോട്ടീസസ്. എന്ത്, ഈ ചർച്ച നടത്തണമെന്ന് പറഞ്ഞിട്ട് പ്രതിപക്ഷ കക്ഷികൾ ആവശ്യപ്പെട്ട 26 നോട്ടീസുകൾ 2 സഭയിലുമായിട്ടുണ്ട്. സംസാരിക്കാൻ തയ്യാറായില്ല. ഈ നേരത്തെ നികേഷ് പറഞ്ഞ കണക്ക് ഈ സംഭവം നടന്ന് അടുത്ത 1 മണിക്കൂറിൽ സഭ വീണ്ടും സമ്മേളിച്ചു. അത്ര ലളിതമായിരുന്നു ഈ അറ്റാക്ക് എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഇത് രാഷ്ട്രം കടന്നിട്ടുള്ള ഒരു ഭീകരാക്രമണം, അതിർത്തി കടന്നിട്ടുള്ള ഒരു ഭീകരാക്രമണമായിരുന്നെങ്കിൽ ഒരാളും ഡിമാൻഡ് ചെയ്യത്തില്ലെന്നേ. ഉടനെ ഒന്നൊരു ചർച്ച വേണ്ട, ഇതൊക്കെ അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ കൃത്യമായ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഈ കാര്യം അവതരിപ്പിച്ചാൽ മതി. ഇത് അങ്ങനെ ഒരു സാഹചര്യമായിരുന്നില്ല. അവരുയർത്തിയ മുദ്രാവാക്യം, അവർ വരുന്ന പശ്ചാത്തലം, അവരുടെ പ്രശ്നങ്ങൾ, ഇതെല്ലാം ചർച്ചയാകുമെന്നും ആ ചർച്ച തങ്ങൾക്ക് ഗുണകരമല്ല എന്നും ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് ലോക്സഭയുടെ പ്രിവിലേജ് ആണെന്നേ ഇന്നലെ അവിടെ സംഭവിച്ച കാര്യങ്ങൾക്ക് സർക്കാർ മറുപടി പറയാൻ മാത്രമല്ല BJP MPയുടെ പാസിലാണ് വന്നത്. അല്ല, എന്തോ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ വേറൊരാളുടെ പാസിലാണെന്ന് തന്നെ വിചാരിക്കുക. വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പാസിലാണെങ്കിൽ പോലും അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ എന്തുകൊണ്ടത് സംഭവിച്ചു, ആ സംഭവത്തിൻ്റെ എന്താണ് അതിൻ്റെ കാരണങ്ങൾ എന്നുള്ളത് ഒരു ജനാധിപത്യ സഭയിൽ അവതരിപ്പിക്കുക എന്നുള്ളതും അതിനെ വിശദീകരിക്കുക എന്നുള്ളതും അവർ ആ സഭയോടല്ല വിശദീകരിക്കുന്നത്, അത് ജനങ്ങളോടാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇതാണ് സംഭവിച്ചതെന്ന് ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ അവർക്ക് ബാധ്യതയുണ്ട്. ആൻഡോ സാർ പറഞ്ഞ ഒരു കാര്യം കൂടി ഞാനൊന്ന് പറഞ്ഞേക്കാം. ഇതിൻ്റെ അന്വേഷണ റിപ്പോർട്ടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല കേട്ടോ. ഇതിലിപ്പോൾ ആരെയൊക്കെ പിടിച്ചു, അവരെവിടെയൊക്കെ എന്തൊക്കെയായിരുന്നു പ്ലാൻ ചെയ്തു, എന്തൊക്കെയായിരുന്നു അവരുടെ ലക്ഷ്യങ്ങൾ, ആരെ അവർ ഇളക്കി വിട്ടു, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഒന്നും അവിടെ ഒരു അഭിപ്രായം പറയേണ്ടതില്ല. ഇന്നലെ സംഭവിച്ചത് എന്തുകൊണ്ട് എന്നുള്ളതിൻ്റെ പ്രാഥമികമായ ഒരു കാര്യം, അതിനെ അപലപിക്കുന്ന ഒരു കാര്യവും മാത്രം പറഞ്ഞത് അവസാനിപ്പിക്കാവുന്നുള്ളത് ഒരു രാജ്യത്തോടുള്ള ഉത്തരവാദിത്തമാണ്. ശരി, ഒറ്റ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഈ സംവിധാനത്തെ ആകെ പിന്നെ അമിത്ഷാ ഇങ്ങ് വന്ന് എല്ലാം ഇത് എന്താ ഉണ്ണി സാറേ, ഒരു പരിധി വരെയുള്ള ഒരു ഭീകരാക്രമണത്തിൻ്റെ ഒരു ലെവലിലോട് നമ്മളിതിനെ കാണണം. നമ്മളിതിനെ ഇത് എങ്ങനെയാണ് ഇതിനെ ഇത്ര ചെറുതായിട്ട് കാണുന്നത്? ചെറുതായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല, ഒരിക്കലും ചെറുതായിട്ട് കാണാൻ പറ്റുന്നതല്ല. അപ്പം നമുക്കിപ്പോൾ എന്താണ്, അമിത്ഷാ വന്നിട്ട് ഇതിപ്പം മറ്റത് പിന്നെ ഇവർ ഈ പ്രൊട്ടസ്റ്റിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എന്ത് പ്രൊട്ടസ്റ്റ് ആയിക്കോട്ടെ, നിങ്ങൾ ഏത് പ്രൊട്ടസ്റ്റിന് വേണമെങ്കിൽ ന്യായീകരിച്ചോളൂ. നമ്മുടെ പാർലമെന്റിൽ ഒരാൾ ഒരു ബോംബ് സ്ഫോടനത്തിന് സമാനമായ ഒരു സംവിധാനം ചെയ്തിട്ടുണ്ട്. അത് അത്ര ചെറിയ കാര്യമല്ല. ഒരു അമിത്ഷാ വന്നിട്ട് നിങ്ങൾ പ്രൊട്ടസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് മറ്റൊരു കർണാടകയിൽ നിന്നും പിന്നെ ആന്ധ്രയിൽ നിന്നും തെലങ്കാനയിൽ നിന്നും വന്നു പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതല്ലല്ലോ. നമ്മളെന്താണ് പറയുന്നത്, അമിത്ഷാ പറയുമ്പോൾ നമ്മളെ അത് ന്യായീകരിക്കണം. കേരളത്തിലെ 130 കോടി 140 കോടി ജനങ്ങൾക്ക് ബോധ്യം വരണം. അല്ലാതെ ഇവർ പറയുന്നത് പോലെ വന്നിട്ട് അമിത്ഷാന് വന്ന് നിങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്താൽ അതിനെതിരെ ചോദ്യം വരും, ആ ചോദ്യത്തിന് മുഴുവൻ മറുപടി പറയണമെന്നല്ലോ. ഞാൻ പറഞ്ഞു, നിങ്ങൾ മണിപ്പൂരിന് പ്രശ്നം ഉണ്ടാക്കിക്കോളൂന്നേ. നിങ്ങൾ ഈ മണിപ്പൂരിനെ ഈ പറഞ്ഞ സംവിധാനങ്ങളിൽ ഇതിനെ കൂട്ടിക്കെട്ടാം. ഞാൻ മണിപ്പൂരിനെ ന്യായീകരിക്കാം കേട്ടോ. ഞാൻ മണിപ്പൂരിൻ്റെ കാര്യത്തിൽ ഏറ്റവും അധികം എന്നും ഈ ലോകമുള്ളിടത്തോളം കാലം ഞാൻ മണിപ്പൂരിനെ ശക്തമായി പോരാടും, അതിനൊരു ഡൗട്ടും ഇല്ല. പക്ഷെ ഒരു കാര്യം എന്താണ്, ഇതിനെ നിങ്ങൾ മണിപ്പൂരുമായിട്ട് കൂട്ടിക്കെട്ടാൻ പാടില്ല. ഇതൊരു ഭീകരാക്രമണത്തിനോട് കൂടി അതിൻ്റെ ഇതിൻ്റെ ലാഘവത്തോടു കൂടി കണ്ടുപോകരുത്. ഇതിന് അത്രയും വലിയ സംവിധാനം. ഞാൻ പറയുന്നത്
അമിത്ഷാ വന്നോ വന്നില്ലയോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അമിത്ഷാ വന്നോ വന്നില്ലതിനേക്കാളും കൂടുതൽ ഈ പറഞ്ഞ സംവിധാനം ഒരാൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്, BJP സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു പറയുന്നുണ്ടെങ്കിൽ എക്സാക്റ്റ് എന്താണ് സംഭവം എന്ന് പറയണം. ആ സംഭവം പറഞ്ഞിട്ടില്ലെങ്കിൽ അത് പറഞ്ഞിട്ടില്ല, അത് ഇന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ബഹളം ഉണ്ടാക്കി സഭയിൽ നിന്ന് പുറത്തായതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ബഹളം ഉണ്ടാക്കിയതും പുറത്താക്കിയതാണല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് അതും ഞാൻ ന്യായീകരിക്കുന്നില്ല കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞറിയാം, അത്യാവശ്യം ഇതിനൊരു സമയം കൊടുക്കണം എന്നുള്ളത് മാത്രമേ ഞാൻ പറയൂ. ഇത്രയും വലിയൊരു സംവിധാനമല്ലേ, സഭ നമുക്ക് കൂടാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? അവിടെ മരണമുണ്ടായില്ല. അവർ പ്ലാൻ ചെയ്ത പോലെ ഒന്നും ചിന്തിക്കാത്തതുകൊണ്ടോ ചെയ്യാത്തതുകൊണ്ടാണ്. ഇവർ കുറച്ചും കൂടെ കാര്യമായിട്ട് പ്ലാൻ ചെയ്തിരുന്നെങ്കിലോ നിങ്ങൾ സഭ കൂടുമായിരുന്നോ? ഈ പറഞ്ഞ സംവിധാനം നടക്കുമായിരുന്നോ? അപ്പൊ അത്ര മാത്രമേ ഇതിനെ കണ്ടിട്ടുള്ളൂ, അല്ല ഞാൻ പറയുന്ന സംവിധാനത്തിൽ എത്തിയിട്ടില്ല. സുജയ, പെട്ടെന്ന് തീർക്കാം, നമുക്ക് ഇടവേളയിലേക്ക് പോകണം. ഓക്കെ, ഉറപ്പായിട്ടും. മാഡം നേരത്തെ ചോദിച്ചല്ലോ അമിത്ഷാ എന്റെ പ്രതീക്ഷ തെറ്റിച്ചോന്ന്. എന്റെ പ്രതീക്ഷ തെറ്റിക്കുന്ന ആളല്ല അമിത്ഷാ, അതുകൊണ്ട് പ്രതീക്ഷയ്ക്ക് ഒത്തു തന്നെ ഉയർന്നിട്ടുണ്ട്. പാർലമെന്റിന് പുറത്ത് പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ആ പ്രസ്താവനയുടെ ഉള്ളടക്കം കൂടി നമുക്ക് പറഞ്ഞു പോകാം. പ്രതിപക്ഷം രാഷ്ട്രീയം കളിക്കുകയാണ്. പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് പ്രതിപക്ഷം രാഷ്ട്രീയം കളിക്കുകയാണ്. ഇപ്പോൾ സമയം 9:45, ഒരു 25 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. അമിത്ഷാ മീറ്റ് ദ എഡിറ്റേഴ്സ് തുടങ്ങിയതിന് ശേഷമാണ് പ്രസ്താവന നടത്തിയത്. നേരത്തെ നടത്തിയിരുന്നെങ്കിൽ തുടക്കത്തിൽ തന്നെ ഞാനത് പറഞ്ഞേനെ. ഇക്കാര്യത്തിൽ അദ്ദേഹം അതെ പുറത്താണ്, പാർലമെന്റിനകത്ത് ഇത് ഒരിടത്തും നടത്തിയില്ലല്ലോ, എന്റെ പ്രതീക്ഷ ഉയർന്നില്ലല്ലോ എന്നായിരുന്നു ആദ്യത്തെ വാദം. നിങ്ങളുടെ താല്പര്യത്തോട് പോലെ ഇതിപ്പോ ഒരു പ്രസ്താവനയും നടത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പ്രസ്താവന നടത്തിയതിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ പാർലമെന്റിനകത്തല്ലോ എന്ന്. ഇത് എന്തെങ്കിലും ഒന്ന് പറയാനെന്ന് ഓക്കെ. അപ്പോൾ അമിത്ഷാ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതൊരു പ്രധാനപ്പെട്ട, അതായത് ഒരു സീരിയസ് ഇൻസിഡന്റ് തന്നെയാണ്. പ്രതിപക്ഷം ഇതിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണ്. അവിടെ ഒരു ലാപ്സ് ഉണ്ടായി എന്നുള്ളത് അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവന തന്നെയാണ് ആഭ്യന്തരമന്ത്രി നടത്തിയിരിക്കുന്നത്. പിന്നെ പാർലമെന്റ് സെക്യൂരിറ്റി, നേരത്തെ സാർ പറഞ്ഞതുപോലെ തന്നെ സ്പീക്കറുടെ ഒരു അധീനതയിൽ തന്നെ വരുന്ന കാര്യമാണ് പാർലമെന്റ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. സ്പീക്കർ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് ഇക്കാര്യങ്ങൾ കൃത്യമായി അറിയിക്കുന്നു. അതിനുശേഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ അനീഷ് ദയാൽ സിംഗിന്റെ നേതൃത്വത്തിലുള്ള എൻക്വയറി കമ്മറ്റി പറഞ്ഞ കാര്യങ്ങൾ അമിത്ഷാ അത് പറഞ്ഞു നേരത്തെ. ഞാൻ അതായിക്കോട്ടെ, സമയമില്ലെന്ന് വേറെ ആരും പറയുമ്പോൾ ഈ അസ്വസ്ഥതയില്ല, സമയമായതുകൊണ്ടാണ്. പൂർത്തിയാക്കട്ടെ. അമിത്ഷാ പറഞ്ഞതല്ലേ, അപ്പോഴും പ്രസ്താവന വായിക്കല്ലേ, മുഴുവൻ പ്രസ്താവന. അമിത്ഷാ പറഞ്ഞത് പറയണ്ട, അമിത്ഷാ പറഞ്ഞ മുഴുവൻ ഒന്നും പറയേണ്ട കാര്യമില്ല. അത് നിങ്ങൾ പറഞ്ഞത് മുഴുവൻ നിങ്ങൾക്ക് പറയാനുള്ള അസ്വസ്ഥപ്പെടാതെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ ഇക്കാര്യത്തിൽ ഈ കമ്മിറ്റിയെ കൃത്യമായി ഏൽപ്പിച്ചിരിക്കുന്നത് ഈ സെക്യൂരിറ്റി ബ്രീച്ച് ഇൻസിഡന്റ് പൂർണ്ണമായും അന്വേഷിക്കുന്നതിനാണ്, അല്ലാതെ പോലീസ് അന്വേഷണത്തിന് വിവരങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അതോടൊപ്പം തന്നെ ലോക്സഭാ സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്യേണ്ടത് എങ്ങനെ, അവിടെ ലൂപ്പ് ഹോൾസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ആ ഗ്യാപ്സ് ഫില്ല് ചെയ്യേണ്ടത്, ഇതെല്ലാം ചേർത്തുകൊണ്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കാനാണ് ആവശ്യപ്പെടുന്നത്. അതിനാവശ്യമായ ആദ്യത്തെ ഘട്ടമാണ് ഈ കമ്മിറ്റിയുടെ അന്വേഷണം എന്ന് പറയുന്നത്, അല്ലാതെ വെറുതെ പോലീസ് അന്വേഷണത്തിന് റിപ്പോർട്ട് കൊടുക്കാനല്ല. തീർച്ചയായും അത് പ്രതിപക്ഷത്തോട് പറയേണ്ട കാര്യമില്ല. പ്രതിപക്ഷം അത് ചോദിച്ചാൽ പുറത്താക്കുകയും ചെയ്യും ഈ സമ്മേളന കാലയളവിൽ അടുത്ത വെള്ളിയാഴ്ച വരെ. അന്വേഷണം പുകയായോ എന്നുള്ളതായിരുന്നു ചോദ്യം. പുകയായി എന്ന് 3 പേർ അഭിപ്രായപ്പെടുന്നു, ഇല്ല എന്ന് 2 പേർ അഭിപ്രായപ്പെടുന്നു. ഇടവേളയിലേക്ക്. Meet the editors.